രാജ്യത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഗതാഗത മാർഗമാണ് റെയിൽവേ. ജൂലൈ 1 മുതൽ റെയിൽവേ നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം. വനിതാ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രെയിനുകളിലെ അനധികൃത പ്രവേശനം തടയുന്നതിനുമായി കനത്ത ശിക്ഷാ നടപടികളാണ് റെയിൽവേ കൊണ്ടുവന്നിരിക്കുന്നത്. ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള കോച്ചുകളിൽ അനധികൃതമായി യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് കനത്ത പിഴ ചുമത്താനൊരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇത്തരക്കാരിൽ നിന്ന് ജൂലൈ 1 മുതൽ 2500 രൂപ തൽക്ഷണം പിഴ ഈടാക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അറിയാം കൂടുതൽ വിവരങ്ങൾ ഓൺലൈൻ വേഡ് മലയാളത്തിലൂടെ. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കാം. ഇനി മുതൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴ 500 രൂപയാണ്. മുമ്പ് ഇത് 250 രൂപയായിരുന്നു. മറ്റൊരാളുടെ ടിക്കറ്റോ പാസോ ഉപയോഗിച്ചാൽ 500 രൂപ പിഴ ഈടാക്കും. കൂടാതെ ടിക്കറ്റ് കണ്ടുകെട്ടുകയും ചെയ്യും. സ്ത്രീ യാത്രക്കാർക്കായി സംവരണം ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർ 2500 രൂപ പിഴ നൽകേണ്ടി വരും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അനധികൃതമായി കച്ചവടം നടത്തുന്നവർക്ക് പിഴ 2000 രൂപയാണ്. ആവർത്തിച്ചാൽ 5000 രൂപ വരെ ഈടാക്കും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പുകവലിച്ചാൽ 2000 രൂപയാണ് പിഴ അടക്കേണ്ടി വരിക. റെയിൽവേ സ്റ്റേഷനുകളിൽ അപകടകരമായതോ നിരോധിച്ചതോ ആയ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 10000 രൂപ പിഴയും 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കും. പൊതുജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന റെയിൽവേ പരമാവധി കുറ്റമറ്റതാക്കുന്നതിനാണ് പുതിയ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി നീണ്ട കോടതി നടപടികൾക്ക് പകരം അപ്പോൾ തന്നെ പിഴ ചുമത്താനും റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട്. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം പിഴ ഈടാക്കുക മാത്രമല്ല, നിയമലംഘകരെ നിർദ്ദിഷ്ട കാലയളവിലേക്ക് ട്രെയിൻ യാത്രകളിൽ നിന്ന് വിലക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജൂൺ 20 മുതൽ പ്രാബല്യത്തിൽ വന്ന ജൻ വിശ്വാസ് ആക്ട് പ്രകാരമാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. രാത്രിയിലും തിരക്കേറിയ സമയങ്ങളിലും ലേഡീസ് കോച്ചുകളിൽ RPFും TTയും കർശന പരിശോധന നടത്തും. ദീർഘദൂര ട്രെയിനുകളിൽ വനിതാ കോച്ചുകൾക്ക് പ്രത്യേക മുൻഗണന നൽകും. പുതിയ നിയമത്തെക്കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനായി സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പ്രത്യേക അറിയിപ്പുകൾ നൽകാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക ഓൺലൈൻ വേഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.